ഇന്നത്തെ ന്യൂയോർക്ക് ഡെയിലി ന്യൂസിൽ വന്ന ഒരു ഒപ്പീനിയൻ പീസ് കണ്ടപ്പോൾ അതിശയിച്ചു പോയി. ഈ അമേരിക്കയിലെ ഒരു പത്രം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇത്രയ്ക്ക് ധൈര്യപൂർവ്വം ഈ ട്രംപ് ഭരണകൂടത്തിനെതിരെ ഒരു ആർട്ടിക്കിൾ പ്രസിദ്ധീകരിക്കാൻ ധൈര്യപ്പെടുമെന്ന് കരുതിയില്ല. അതിൻ്റെ ഹെഡിങ് തന്നെ തലക്കെട്ട് തന്നെ ട്രംപ് ഭരണകൂടം ഒരു ക്രിമിനൽ എൻ്റർപ്രൈസാണ്, ക്രിമിനൽ സിൻഡിക്കേറ്റാണ് എന്നാണ് പറയുന്നത്. എന്ന് മാത്രമല്ല അത് വിശേഷിപ്പിക്കുന്നത് ഈ മദ്യവർജന കാലത്തെ വലിയ മാഫിയ തലവനായിരുന്ന ആൽ കാപ്പോൺ, വലിയ കുറ്റകൃത്യങ്ങളെല്ലാം ചെയ്തത് ഏറ്റവും അധികം അമേരിക്ക പ്രശസ്തനായ ഒരു വ്യക്തിയാണ്, കുപ്രസിദ്ധനായ വ്യക്തി. 1930s മറ്റോ ആണ്. അപ്പോൾ അയാളെ ലജ്ജിപ്പിക്കുന്ന രീതിയിലുള്ള കുറ്റകൃത്യങ്ങളാണ് ഈ ഭരണകൂടം ചെയ്തതെന്നാണ് പറയുന്നത്. നുണ പറയുന്നു, ആളുകളിൽ നിന്ന് പണം തട്ടുന്നു, ആളുകളെ കൊല്ലുന്നു. അപ്പോൾ ഇതെല്ലാം ആളുകളെ കൊല്ലുന്നു എന്ന് പറഞ്ഞാൽ ആ മിനസോട്ടയിൽ 2 പേര് കൊല്ലപ്പെട്ട ആ സംഭവത്തെ പറ്റിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ പ്രസിഡന്റ് ട്രംപിനെതിരെയും ശക്തമായ വിമർശനങ്ങൾ. ഈ 2020 ഇലക്ഷൻ തട്ടിയെടുക്കാനായിട്ട് ശ്രമിച്ചു, അതുപോലെ തന്നെ ക്യാപിറ്റോൾ ഹിൽ ആക്രമണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. എന്നിട്ട് അവരെ തുറന്നു വിട്ടു, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. അതെല്ലാം രാജ്യവിരുദ്ധമായ കാര്യങ്ങളാണ്. ഇങ്ങനെ അതിശക്തമായ വിമർശനങ്ങൾ, ഇത്രയും ശക്തമായ വിമർശനങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഈ ജെയിംസ് സ്പെയർ എന്ന് പറഞ്ഞ് ലോയേഴ്സ് ഡിഫെൻഡിങ് ഡെമോക്രസി, അദ്ദേഹമാണ് ആ ലേഖനം എഴുതിയത്. ആ ലേഖനം ഈ ഡെയിലി ന്യൂസ് പ്രസിദ്ധീകരിച്ചു എന്നുള്ളതും ഭയങ്കരമായ ഒരു കാര്യം തന്നെ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. കാരണം ട്രംപ് ഭരണകൂടത്തിൻ്റെ ശക്തമായ എതിർപ്പുണ്ടാകും, ശക്തമായ നടപടികളുണ്ടാകും എന്ന് കരുതിയിട്ട് കൂടി ശക്തമായ ഒരു ലേഖനമാണ് അവർ പ്രസിദ്ധീകരിച്ചത്. എന്തായാലും ആ ലേഖനത്തിൽ പറയുന്നത് ഈ ട്രംപിനെതിരെ പാർട്ടിക്കുള്ളിൽ തന്നെ ശക്തമായ എതിർപ്പുണ്ട്. അതുപോലെ തന്നെ ജനങ്ങളുടെ ശക്തിയാണ് മിനസോട്ടയിൽ നിന്ന് ഐസ് അധികൃതർ പിൻവാങ്ങിയതിൽ നിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ട് നിരാശരൊന്നും ആകേണ്ടതില്ല, ശക്തമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്തായാലും അത്തരം എതിരഭിപ്രായങ്ങളും ഇവിടെ അമേരിക്കയിൽ ശക്തമായിട്ട് സുലഭമായിട്ട് വരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടൈലർ സ്വിഫ്റ്റ് പറഞ്ഞതായിട്ടും കേൾക്കുന്നു. അപ്പോൾ ഇവിടുന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നതിനെ പറ്റി, ഇല്ലീഗൽസിനെ ഒഴിപ്പിക്കുന്നതിനെ പറ്റി ടൈലർ സ്വിഫ്റ്റ് പറഞ്ഞത്, ഗായിക, അവർ പറഞ്ഞത് എന്താണ്, അവർ ഇല്ലീഗൽസ് ആണെന്ന് പറയുന്നു. ഇല്ലീഗൽസ് അല്ല, അവർക്ക് പേപ്പേഴ്സ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. അവരും അമേരിക്കക്കാരാണ്, അവർക്ക് ആ പേപ്പേഴ്സ് എല്ലാം ശരിയായിട്ടില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്നാണ് അവർ പറയുന്നത്. അത് മുഴുവൻ നമുക്ക് അംഗീകരിക്കാനാവില്ല, എങ്കിൽ കൂടി പറയുന്നതിൽ കാര്യമുണ്ട്. 20-30 വർഷമായിട്ട് ഇവിടെ ജീവിക്കുന്ന ആളുകൾ അമേരിക്കക്കാർ തന്നെയാണ്. അവർക്ക് ആ പേപ്പറുകൾ ശരിയായിട്ട് ഉണ്ടാക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞില്ല, അല്ലെ പല കാരണങ്ങൾ കൊണ്ട് കഴിഞ്ഞില്ല. അപ്പോൾ അത് പേപ്പറൊക്കെ ശരിയാക്കി കൊടുക്കുക, ഇവിടെ ജീവിക്കാൻ കഴിയുന്നവരെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ അങ്ങനെയല്ല, ഇത് കുറേയൊക്കെ റേസിസവും എല്ലാം കൂടെ ചേർന്നാണ്. പ്രത്യേകിച്ച് ഐസ്, അതിൽ ധാരാളം പേര് ഈ കാര്യമായ പരിശീലനമൊന്നും കിട്ടാത്ത ആളുകളാണ്. ഈ റേസിസ്റ്റ് ചിന്താഗതിയൊക്കെ ഉള്ള ആളുകളുമൊക്കെ ധാരാളമായിട്ട് അതിലുണ്ട്. അപ്പോൾ അവർക്ക് ഈ കറുത്ത നിറം കുറഞ്ഞവരെയൊക്കെ കാണുമ്പോഴത്തേക്ക് ഒന്ന് അതിക്രൂരമായിട്ട് കൈകാര്യം ചെയ്യാനുള്ള താല്പര്യം കൂടുതൽ തോന്നുകയും ചെയ്യും. എന്തായാലും അതിനെതിരെയുള്ള ശക്തമായൊരു ലേഖനമായിട്ട് ഇത് തോന്നി. ഇതിൻ്റെ ഇടയ്ക്കാണ് വേറെ നടക്കുന്നത്. ഇപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റിക്ക് അവരുടെ ബജറ്റ് തുക ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. അതുകൊണ്ട് അവിടെ പണിമുടക്ക് നടക്കുന്നു. അല്ല, അവിടെ ശമ്പളമില്ലാതെ ആണ് അവിടെ ഇപ്പോൾ ജോലി ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഈ ട്രാൻസ്പോർട്ടേഷൻ സെക്യൂരിറ്റി അഡ്മിനിസ്ട്രേഷൻ, എയർപോർട്ടിലെ സെക്യൂരിറ്റി എല്ലാം ചെയ്യുന്ന ആളുകൾ, അവർക്കൊന്നും പണം കിട്ടുന്നില്ല, ശമ്പളം കിട്ടുന്നില്ല. ശമ്പളം അവർക്ക് വകയിരുത്തിയിട്ടില്ല. ശമ്പളം പിന്നീട് കിട്ടുമായിരിക്കും, എന്നാൽ കൂടി. അപ്പോൾ അതാണ് സ്ഥിതി. ഏതായാലും ഈ ഐസ് അവരുടെ നടപടികൾ അത് കൂടുതൽ മെച്ചപ്പെടുത്താതെ, കാരണം അവർ ക്യാമറ ധരിക്കണം, അതുപോലെ തന്നെ അവർ മാസ്ക് ധരിക്കുന്നത് അവസാനിപ്പിക്കണം. അക്രമപരമായിട്ട് ക്രൂരമായിട്ട് ആളുകളെ പിടികൂടുന്നത് അത് അവസാനിപ്പിക്കണം. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡെമോക്രാറ്റുകൾ ആവശ്യപ്പെടുന്നത്. അത് നടപ്പിലാക്കുന്നത് വരെ ഈ DHSന്, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി, അവരുടെ ആ ബജറ്റ് പാസ്സാക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് ഐസ് അംഗങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, കാരണം അവർക്കുള്ള പണമെല്ലാം നേരത്തെ തന്നെ വകയിരുത്തിയിട്ടുള്ളതാണ്, നേരത്തെ തന്നെ പാസ്സാക്കിയിട്ടുള്ളതാണ്. ഐസ് ഈ ബോർഡർ പട്രോൾ അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം, അങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾക്കെല്ലാം. എന്തായാലും അതും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നിരവധി പേർക്ക് ശമ്പളമില്ലാത്ത ഒരവസ്ഥ നമ്മളാരും അത്രയധികം ശ്രദ്ധിക്കുന്നില്ലെങ്കിൽ കൂടി അതും നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഇടയിലാണ് ഈ ഡെമോക്രാറ്റുകൾ അടുത്ത ചൊവ്വാഴ്ചയാണ് സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ പ്രസംഗം. കോൺഗ്രസ്സിൽ വന്ന് എല്ലാ വർഷവും കോൺഗ്രസ്സിൽ വന്ന് പ്രസിഡൻറ്റ് പ്രസംഗിക്കും സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ അഡ്രസ്സ്. അതായത് ഈ രാജ്യത്തിൻ്റെ കഴിഞ്ഞ വർഷത്തെ സ്ഥിതി എന്താണ്, ഫ്യൂച്ചറിലേക്കുള്ള കാഴ്ചപ്പാട് എന്താണ്, നമ്മുടെ ആ ഒരു സ്ഥിതിയെപ്പറ്റി, ആ സ്റ്റേറ്റ്, നമ്മുടെ ആ നില, നമ്മുടെ അവസ്ഥ എന്താണെന്നുള്ളത് വ്യക്തമാക്കുന്നത്. അപ്പോൾ ആ സമ്മേളനത്തിൽ
ഒരുപാട് ഡെമോക്രാറ്റുകൾ അതിൽ പങ്കെടുക്കുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് പകരം അവർ പീപ്പിൾസ് പിന്നെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ, പീപ്പിൾസ് സ്റ്റേറ്റ് ഓഫ് ദ യൂണിയൻ, അങ്ങനെ ഒരു പരിപാടി നടത്തുന്നു എന്നാണ് പറയുന്നത് അവർ പിന്നെ നാഷണൽ മാളിലോ മറ്റോ വെച്ച്. അപ്പോൾ അതിലേക്ക് ഒരുപാട് പേര് പോകുന്നു. പിന്നെ ചുരുക്കം പേരുടെ ചിലർ അവിടെ ഉണ്ടാകുമെന്നാണ് സ്പീക്കർ ഹക്കീം പിന്നെ മൈനോറിറ്റി ലീഡർ ഹക്കീം ജഫ്രീസ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ഈ ഹൗസ് നമ്മുടേതാണ്, പ്രസിഡന്റ് ഇങ്ങോട്ട് വരുന്നതേ ഉള്ളൂ, അപ്പം പ്രസിഡന്റിനെ പേടിച്ച് നമ്മുടെ സ്ഥലത്തു നിന്നും ഓടിപ്പോകേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എങ്ങനെയായാലും അതും ഈ പ്രസിഡന്റിനെതിരായ ഒരു ശക്തമായ നിലപാടായിട്ട് നമുക്ക് കണക്കാക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ ഇന്ത്യക്കാർക്ക് ചില ഗുണങ്ങൾ വരുന്നത്, ചില നേട്ടങ്ങൾ വരുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ ഈ ഡോക്ടർ വിനയപ്രസാദ്, അദ്ദേഹം FDA ഈ വാക്സിൻ മേധാവി, ആ വാക്സിൻ്റെ പിന്നെ അദ്ദേഹം ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മൊഡേർണ ഇപ്പോൾ പുതിയതായിട്ടൊരു വാക്സിൻ കണ്ടുപിടിച്ചിരിക്കുന്ന ഒരുതരം ഫ്ലൂവിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ. അത് പ്രധാനമായിട്ടും മെസഞ്ചർ RNA ബന്ധപ്പെടുത്തിയാണ്. അപ്പോൾ ആ മെസഞ്ചർ RNAയിൽ മാറ്റം വരുത്തിയാൽ അതനുസരിച്ച് ഈ പിന്നെ വൈറസൊക്കെ വരുന്നതിനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. അങ്ങനെയാണ് കോവിഡിന് എതിരെ വാക്സിൻ അവരുണ്ടാക്കിയത്. അപ്പോൾ അതിനെതിരെ പിന്നെ അതിനോടത്ര അനുഭവമില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ പിന്നെ ഹെൽത്ത് സെക്രട്ടറി പിന്നെ റോബർട്ട് F. കെന്നഡി. അപ്പോൾ അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളാണ് വിനയപ്രസാദും. എന്തായാലും ന്യൂയോർക്ക് ടൈംസിന് ശക്തമായൊരു എഡിറ്റോറിയൽ വന്നു. ഇന്നിപ്പം ഏതായാലും ആ വാക്സിൻ അംഗീകരിക്കാനുള്ളൊരു നടപടി തുടങ്ങിയിട്ടുണ്ട്. വിനയപ്രസാദ് നിലപാട് മാറ്റിയെന്നാണ് ഇന്നത്തെ റിപ്പോർട്ടിൽ കണ്ടത്. അതിൻ്റെ കൂടെ മറ്റൊരു ഇന്ത്യക്കാരനൂടെ കാര്യമായിട്ടൊരു പോസ്റ്റ് കിട്ടിയിരിക്കുന്നു. ഇപ്പം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് എന്ന് പറഞ്ഞാൽ അവരാണ് ഇവിടുത്തെ ഗവേഷണങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കും ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണം അനുവദിക്കുന്നത്, NIH. അപ്പോൾ അതിൻ്റെ മേധാവിയായിരിക്കുന്ന ഡോക്ടർ ജയ് ഭട്ടാചാര്യ. ആ ഭട്ടാചാര്യയെ ഇപ്പോൾ CDCയുടെ താൽക്കാലിക മേധാവിയായിട്ട് കൂടി നിയമിച്ചിരിക്കുന്നു. CDCയിൽ വേറെ മേധാവിമാരില്ല. പിന്നെ ഉണ്ടായിരുന്ന ആളുകൾ ഒരാൾ 1 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ പറഞ്ഞു വിട്ടു. വേറൊരാൾ ആക്ടിങ് ഉണ്ടായിരുന്ന ആൾ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് മാറ്റി. അതുകൊണ്ട് ആ സ്ഥാനത്തേക്ക് അധിക ചുമതലയോട് ഇദ്ദേഹത്തിന് നൽകിയിരിക്കുന്നു. അപ്പോൾ ഈ ജയ് ഭട്ടാചാര്യയെ പറ്റി പറയുമ്പം ഈ കോവിഡ് കാലത്ത് അദ്ദേഹം ഗ്രേറ്റ് ബാരിങ്ടൺ ഡിക്ലറേഷനോ അങ്ങനെ എന്തോ ഒരു പ്രസ്താവന ഇറക്കി അദ്ദേഹം കുറച്ച് പേരും കൂടി. അതായത് കോവിഡ് വൈറസ് അത് ചെറുപ്പക്കാർക്കിടയിൽ പടരട്ടെ, പ്രായമുള്ളവർക്ക് മാത്രം ചികിത്സകൾ, അവർക്ക് മാത്രം കരുതൽ കൊടുക്കുക, അതുമാത്രമേ ആവശ്യമുള്ളൂ. ആ രീതിയിൽ വാക്സിനെതിരായിട്ടൊക്കെ ഉള്ളൊരു നിലപാട്. അപ്പോൾ അതിനെതിരെ ശക്തമായ വിമർശനം അന്നുണ്ടായതാണ്. അപ്പോൾ എങ്ങനെയായാലും ട്രംപ് ഭരണകൂടത്തിൻ്റെ നിലപാടുകളോട് അനുസൃതമായതുകൊണ്ട് അദ്ദേഹത്തിന് NIHൻ്റെ മേധാവിയായിട്ട് വരാൻ കഴിഞ്ഞിപ്പം CDCയുടെ മേധാവി കൂടിയായിട്ട് വരുന്നു. അപ്പം ഈ പല വാക്സിനുകളും അല്ലെങ്കിൽ പല കാര്യങ്ങളിലും പല ഉപദേശ നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ഫണ്ടിങ്ങും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നിയന്ത്രണമുള്ള പൊസിഷനാണ്. അവിടെ ഒരു ഇന്ത്യക്കാരൻ വരുന്നു എന്നുള്ളത് നമുക്ക് സന്തോഷമുള്ള കാര്യം തന്നെ. പക്ഷേ അത് ശാസ്ത്രത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ, അതായത് ജനങ്ങളുടെ ആരോഗ്യ കാര്യത്തിൽ കൃത്യമായി അത് ശാസ്ത്രം പറയട്ടെ. അല്ലാതെ നമുക്കിപ്പം ഈ റോബർട്ട് F. കെന്നഡി പറയുന്നതിന് നമുക്കൊരു വിരോധവുമില്ല. പക്ഷേ അതിൻ്റെ ബേസിസ് ശാസ്ത്രമായിരിക്കണം. ഈ വാക്സിൻ കൊള്ളില്ല, ഈ വാക്സിൻ ഉപയോഗിച്ചാൽ നമുക്ക് ഓട്ടിസം വരും, നമ്മുടെ കുട്ടികൾക്കെല്ലാം അത് ദോഷകരമാണ്, ശാസ്ത്രം പറഞ്ഞത് തെളിയിക്കുകയാണെങ്കിൽ വേണ്ട, ഉറപ്പായിട്ടും വേണ്ട, നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ അത് രാഷ്ട്രീയം പറയുമ്പോഴാണ്. കാരണം ഈ റോബർട്ട് കെന്നഡി അദ്ദേഹം വക്കീലാണ്, അദ്ദേഹം സയൻസ് അല്ല പഠിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമല്ല അത് പറയേണ്ട, ശാസ്ത്രജ്ഞർ പറയണം. ഇങ്ങനെയുള്ള വാക്സിൻ കൊണ്ട് ദോഷമുണ്ട്, ഈ mRNA വാക്സിൻ കൊണ്ട് ദോഷമുണ്ടെങ്കിൽ അത് ശാസ്ത്രം പറഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് യാതൊരു വിരോധവുമില്ല. പക്ഷേ അതിൽ പൊളിറ്റിക്സ് കലർത്തുമ്പോഴാണ് നമുക്ക് അതിലൊക്കെ നീരസം വരുന്നതും അതുപോലെ തന്നെ നമ്മൾ ആശങ്കയോടെ കാര്യങ്ങൾ കാണുന്നതും. കാരണം അത് ദോഷമുണ്ടാക്കും. ഇപ്പോൾ പരിസ്ഥിതിക്ക് ഈ കാലാവസ്ഥാ വ്യതിയാനമൊന്നുമില്ല, അല്ലെ ഗ്രീൻ ഹൗസ് ഗ്യാസിന് കുഴപ്പമൊന്നുമില്ല എന്നുള്ള രീതിയിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതൊക്കെ ദുരവ്യാപകമായ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെല്ലാം നമ്മളെ ആശങ്കപ്പെടുത്തുന്നതാണ്. ഇതെല്ലാം ശാസ്ത്രീയമായിട്ട് ചെയ്തുകൊള്ളട്ടെ, അല്ലാതെ രാഷ്ട്രീയമായിട്ട് ചെയ്യുന്നതിനോട് ആണ് നമുക്ക് എതിർപ്പ്. എന്തായാലും ഈ ട്രംപ് ഭരണകൂടത്തിന് എതിരെയും എതിർപ്പും ശക്തമായിട്ടുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്.